നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയിൽ അമൃത് 2 കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 2.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രവർത്തികൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വിലയിരുത്തി. പട്ടാമ്പി നഗരസഭയിലെ അമൃത് 2 കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള 2.5 കോടി ചെലവിൽ നിർമ്മിക്കുന്ന 10 ലിറ്റർ സംഭരണശേഷിയുള്ള പുതിയ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തിയാകുന്നത്. ആദ്യ ഫ്ലോറിന്റെ വാർപ്പ് പ്രവൃത്തികൾ പൂർത്തിയായി. പ്രവൃത്തികളുടെ പുരോഗതി നേരിട്ട് വിലയിരുത്തുവാനായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നിർമ്മാണ സ്ഥലം സന്ദർശിച്ചു. നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി, വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ, നഗരസഭാ സ്ഥിരസമിതി അംഗങ്ങൾ, കൗൺസിലർമാർ, മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. തിരുവേഗപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് യു.പി. സ്കൂളിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കുട്ടികൾക്കൊപ്പം ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത മന്ത്രി ഓണസദ്യയും കഴിച്ചാണ് മടങ്ങിയത്. തിരുവേഗപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് യു.പി. സ്കൂളിലെ ഓണാഘോഷത്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുത്തത്. 1.5 മണിക്കൂറും സ്കൂളിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്താണ് മന്ത്രി മടങ്ങിയത്. രാവിലെ 11:30ഓടെയാണ് മന്ത്രി സ്കൂളിലേക്ക് എത്തിയത്. മാവേലിയും പുലിക്കളിയും താളമേളങ്ങളും മന്ത്രിയെ സ്കൂളിലേക്ക് വരവേറ്റു. തുടർന്ന് പൂവിളിയോടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. കുട്ടികളുടെ പൂക്കള മത്സരം വീക്ഷിച്ച മന്ത്രി കുട്ടികൾക്കൊപ്പം പൂക്കളമിടാനും സമയം കണ്ടെത്തി. വടംവലി, ഉറിയടി എന്നിവയിലും മന്ത്രി പങ്കാളിയായി. കുട്ടികളുമായി ഓണാനുഭവങ്ങളും മന്ത്രി പങ്കുവച്ചു. ഓണാഘോഷ കലാപരിപാടികളും മന്ത്രി വീക്ഷിച്ചു. കുട്ടികളെ കേൾക്കുന്ന സർക്കാരാണ് ഇപ്പോഴുള്ളതെന്നും കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും തുടർന്ന് നടന്ന ചടങ്ങിൽ മന്ത്രി സൂചിപ്പിച്ചു. എല്ലാവർക്കും ഓണസന്ദേശവും മന്ത്രി നൽകി. തിരുവേഗപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് യു.പി. സ്കൂളിന് ഓണസമ്മാനമായി മന്ത്രി പുതിയ കെട്ടിടവും പ്രഖ്യാപിച്ചു. വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് പുതിയ കെട്ടിടത്തിനുള്ള തുക അനുവദിക്കുക എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജമീല, വൈസ് പ്രസിഡന്റ് ടി.പി. കേശവൻ, സ്കൂൾ പ്രധാനാധ്യാപിക കെ അഫ്സത്ത്, PTA പ്രസിഡന്റ് അബ്ബാസ്, AEO KT സുമതി, BPO KK അസീസ്, സീനിയർ അസിസ്റ്റന്റ് VM പുരുഷോത്തമൻ, KM ശ്രീന, KV ശ്രീജ, മറ്റു ജനപ്രതിനിധികളും PTA ഭാരവാഹികളും അധ്യാപകരും പങ്കെടുത്തു. തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓണസദ്യയും കഴിച്ചാണ് മന്ത്രി മടങ്ങിയത്. കുട്ടികൾ പറയുന്നതൊക്കെ കുറെ കേൾക്കുന്നൊരു സർക്കാരാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം വേൾഡ് കപ്പ് കാണാൻ അവധി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ലോകത്ത് അവധി പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഈ കേരളം. കഴിഞ്ഞ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി അവധി വേണമെന്ന് കുട്ടികളാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർക്ക് അവധി കൊടുത്തു. എന്നതുപോലെ ഇന്ന് കളർ ഡ്രസ് ഇട്ട് വരാനും നല്ല നിലയിൽ ആഘോഷങ്ങളിൽ പങ്കാളികളാകാനും ഒക്കെ നമ്മുടെ കുട്ടികൾ ആവേശപൂർവ്വം വന്നിരിക്കുകയാണ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം വെക്കേഷനാണ്. വെക്കേഷൻ കഴിച്ച സ്കൂളുകളൊക്കെ 31-നാണ് തുറക്കുന്നത്. പിന്നെ ഓണത്തിനുള്ള അരി നമ്മൾ കൊടുക്കാറുള്ളതാണ്. ഇത്തവണയും ഒരു കുറവും വരുത്താതെ 4 കിലോ അരി ഉച്ചഭക്ഷണമുള്ള എല്ലാ സ്കൂളുകളിലും KG മുതൽ 8ാം ക്ലാസ് ഉൾപ്പെടെ കൊടുക്കുകയുണ്ടായി. വീണ്ടും ഒരു ഓണക്കാലം എത്തിച്ചേർന്നതോടെ തൃത്താല മേഖലയിലെ പൂവിപണിയിലും തിരക്കേറുകയാണ്. മണ്ഡലത്തിലെ പട്ടണങ്ങളിലും വഴിയോരങ്ങളിലുമെല്ലാം വർണ്ണപ്പകിട്ടാർന്ന പൂക്കടകൾ നിറഞ്ഞു കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി ഇനം പൂക്കളാണ് ഇവിടെ വിപണിയിലുള്ളത്. വെള്ള, റോസ്, പിങ്ക്, നീല, ബീട്രൂട്ട് കളർ എന്നീ നിറങ്ങളിലുള്ള ജമന്തി പൂക്കൾ, വാടാർ മല്ലി, ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി, റോസ്, അരളിപ്പൂക്കൾ തുടങ്ങി 10-ലധികം ഇനം പൂക്കളാണ് വിപണിയിലുള്ളത്. ഇത്തവണ അലങ്കാരങ്ങൾക്കായി കാറ്റാടി മരത്തിന്റെ ഇലകളും കടകളിൽ പ്രത്യേകം ഇടം നേടിയിട്ടുണ്ട്. പ്രധാനമായും ബാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടെ പൂക്കൾ എത്തിക്കുന്നത്.
അരളി, ജമന്തി പൂക്കൾ എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. 50-100 രൂപ നിരക്കിലുള്ള പ്രത്യേക പൂക്കിറ്റുകളും ലഭ്യമാണ്. പുലർച്ചെ 5:30 മുതൽ രാത്രി 11 മണി വരെ പൂക്കച്ചവടം നടക്കുന്നുണ്ട്. വീടുകളിലെ പൂക്കൾക്ക് പുറമെ പ്രാദേശിക പൂക്കള മത്സരങ്ങൾക്കായും വൻതോതിൽ പൂക്കൾ വിറ്റഴിയുന്നുണ്ട്. നിറങ്ങളിൽ മാത്രമല്ല വിലയിലും താരങ്ങളാണ് ഈ മറുനാടൻ പൂക്കൾ. ചെണ്ടുമല്ലി കിലോഗ്രാമിന് 150 മുതൽ 180 രൂപ വരെയാണ് വില. റോസിനും അരളിപ്പൂവിനും കിലോഗ്രാമിന് 600 രൂപ നിരക്കിൽ വ്യാപാരം നടക്കുമ്പോൾ വിപണിയിലെ താരം വെള്ള ജമന്തിയാണ്. കിലോഗ്രാമിന് 1200 രൂപയോളമാണ് വെള്ള ജമന്തിയുടെ ഇന്നത്തെ വില. പൂക്കള മത്സരങ്ങളും ഓണാഘോഷങ്ങളും പൊടിപൊടിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ പൂവിപണി കൂടുതൽ സജീവമാകാനാണ് സാധ്യത. നാടൻ പൂക്കളെ മലയാളികൾ കൈവിട്ടതോടെ മറുനാടൻ പൂവിപണികളിൽ മികച്ച കച്ചവടം നടക്കുന്നതായി വ്യാപാരികളും പറഞ്ഞു. ഇഷ്ടംപോലെ തുടങ്ങി കച്ചവടം കുഴപ്പമില്ല. ഇന്ന് നാളെ പത്തനംതിട്ട പൂ കളയുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂരിലൊക്കെ ഉണ്ട്. 3 വണ്ടി പോകുന്നു. അത് ചെണ്ടുമല്ലി, ചുവന്ന റോസ്, പച്ചല അതൊക്കെ ഉണ്ട്. കച്ചവടം കുഴപ്പമില്ല. കച്ചവടം നോക്കണം. പട്ടാമ്പി താലൂക്കിലെ ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മ വാവന്നൂരിൽ സംഘടിപ്പിച്ച ഓണത്തിളക്കം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വേറിട്ട ഓണസംഗമമായി. 150-ലേറെ ഭിന്നശേഷിക്കാരും സഹായികളും ഉൾപ്പെടെ 400ഓളം പേർ പങ്കെടുത്തു. ഒരുമിച്ചിരുന്ന് പൂക്കളം ഒരുക്കിയും വടംവലി, മ്യൂസിക് ബോൾ, ലെമൺ സ്പൂൺ തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്തും അവർ ഓണാഘോഷത്തിന് നിറം പകർന്നു. നിയാസ് ചാലിശ്ശേരി മാവേലി വേഷത്തിലെത്തിയത് കൗതുകമായി. പൂമ്പാറ്റ ടീം കോർഡിനേറ്റർ അപർണയുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളവും സംഗീത വിരുന്നും ആഘോഷത്തിന് മിഴിവേകി. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായി. തുടർച്ചയായി 2ാം വർഷമാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ അധ്യക്ഷയായി. പ്രതീക്ഷ പാലിയേറ്റീവ് പ്രതിനിധി പ്രദീപ്, സഹയാത്ര പ്രസിഡന്റ് ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് വിദ്യാധരൻ, സുബേർ, ഷാജി മേഴത്തൂർ, ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി ലിപ്മെന്റ് കോളേജ് NSS വിദ്യാർത്ഥികളും സഹായികളായി. സുലൈഖ പറക്കാട്, ഷാജി ആമയൂർ, സിദ്ദിഖ്, രമേശ്, നിയാസ് ചാലിശ്ശേരി, പ്രേമലത തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുണയുടെ വെളിച്ചം തെളിയിച്ച് KSEB ജീവനക്കാരുടെ കരുതൽ നാടിനാകെ മാതൃകയാകുന്നു. ജീവന്റെ വില കരുണയാണെന്ന് തിരിച്ചറിഞ്ഞ 2 KSEB ജീവനക്കാരുടെ നന്മ നിറഞ്ഞ പ്രവർത്തനം ചാലിശ്ശേരിയിൽ പ്രദേശവാസികളുടെ മനസ്സും നിറയ്ക്കുകയാണ്. ചാലിശ്ശേരി പട്ടിശ്ശേരി GJB സ്കൂളിന് സമീപത്തെ ഉയർന്ന വൈദ്യുത ലൈനിൽ ഷോക്കേറ്റ് പിടയുകയായിരുന്ന പ്രാവിനെയാണ് ചാലിശ്ശേരി KSEB സെക്ഷനിലെ HR ലൈൻമാൻമാരായ സുജിത്, രാജേഷ് എന്നിവർ ചേർന്ന് രക്ഷപ്പെടുത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ജോലിക്ക് പോകാനായി ഇറങ്ങിയപ്പോഴാണ് കണ്ണിനു മുന്നിൽ ഈ ദയനീയ കാഴ്ച കണ്ടത്. ഒട്ടും സമയം കളയാതെ സ്വന്തം സുരക്ഷയും ഉത്തരവാദിത്തങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇരുവരും ഉടൻ തന്നെ പ്രാവിനെ വൈദ്യുത ലൈനിൽ നിന്നും രക്ഷിച്ച് താഴെ ഇറക്കി രക്ഷപ്പെടുത്തുകയായിരുന്നു. തക്ക സമയത്ത് ഇടപെട്ട് ഒരു നിസ്സഹായ ജീവന് തണലായ ഈ KSEB ജീവനക്കാരുടെ സഹജീവി സ്നേഹവും സമയോചിതമായ പ്രവർത്തനവും നാടിനാകെ മാതൃകയാണ്. നന്മ വറ്റാത്ത മനസ്സിന് ഉടമകളായ സുജിത്തിനും രാജേഷിനും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പരിധിയിലെ പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ CG ബാബു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സവിത അജി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുധീഷ് കുമാർ, പഞ്ചായത്ത് അംഗം A വിജയൻ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് കോർഡിനേറ്റർ ഷഹന അലി, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, അസിസ്റ്റന്റ് സെക്രട്ടറി K രാജേഷ്, CHC സൂപ്രണ്ട് A ശ്രീകുമാർ, ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ K ആതിര, പാലിയേറ്റീവ് വോളണ്ടിയർ പ്രദീപ് ചെറുവാശ്ശേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് S ഉഷസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TP റാഷിദ, വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റും ചാലിശ്ശേരി വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റുമായ മജീദ് ഷഹല,
വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ഷബീർ മദീന, പൊതുപ്രവർത്തകൻ കബീർ ശോഭിക, പൂരാഘോഷ കമ്മിറ്റി പ്രതിനിധികൾ, ആശാപ്രവർത്തകർ, പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗം സജീഷ് കളത്തിൽ സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് CC മേരിക്കുട്ടി നന്ദിയും പറഞ്ഞു. പാലിയേറ്റീവ് രോഗികളുള്ള 80 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം നടത്തിയത്. ഓണക്കുലകളിൽ കേമനാണ് ചെങ്ങഴിനാടിന്റെ ചെങ്ങാലിക്കോടൻ. തേനൂറുന്ന രുചിയും രൂപഭംഗിയുമാണ് ചെങ്ങാലിക്കോടനെ മറ്റ് നേന്ത്രവാഴക്കുലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓണവിപണിയിൽ ചെങ്ങാലിക്കോടന് ആവശ്യക്കാർ ഏറെയാണ്. തേനൂറുന്ന സ്വാദും സ്വർണ്ണവർണ്ണവും രൂപഭംഗിയും കൊണ്ട് ആരെയും മോഹിപ്പിക്കുന്ന ചെങ്ങാലിക്കോടന് ഓണവിപണിയിൽ വൻ ഡിമാൻഡാണ്. കുലകളിൽ ഉരുണ്ടതും ഏണുകളില്ലാത്തതുമായ കായകളാണുള്ളത്. മൂപ്പെത്തുമ്പോൾ കായകളിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കരകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഈ പ്രത്യേകതകളാണ് ചെങ്ങാലിക്കോടനെ മറ്റു വാഴക്കുലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ചെങ്ങാലിക്കോടൻ കായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മധുരം കൂടിയതും അത് നമ്മൾ പൊതിഞ്ഞ് അത് വരുമ്പോൾ ചപ്പൊക്കെ പൊതിഞ്ഞ് വരുമ്പോൾ സ്വർണ്ണ കളർ പഴുത്ത് കഴിഞ്ഞ സ്വർണത്തിൻ്റെ കളറും പിന്നെ അതിൻ്റെ ഡിസൈനും കൂടി ആകുമ്പോൾ നല്ലൊരു ആനച്ചന്തമുള്ള കായാണ്. ഇതിന് ഉറപ്പും കൂടും. സാധാരണ മറ്റുള്ള നേന്ത്രയേക്കാളും നല്ല നേന്ത്രയാണ്. അത് രുചിക്കും നമ്മളിപ്പോൾ ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ സാധാരണ ഇത് വ്യത്യാസം അറിയാമെന്നുണ്ടെങ്കിൽ ഈ കായ പഴുത്ത് പുഴുങ്ങി കഴിഞ്ഞാൽ കായ പുറത്തേക്ക് തുറക്കുകയും ചെയ്യും. മറ്റുള്ള പഴങ്ങൾ നിങ്ങൾ നേന്ത്രക്കായകൾ നോക്കിക്കോളൂ, അത് ഉള്ളിലേക്ക് ചുരുങ്ങുകയും ചെയ്യും. അതിനുള്ള വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഭൗമസൂചികാ പദവി ലഭിച്ച ചെങ്ങാലിക്കോടന്റെ ജന്മദേശം എരുമപ്പെട്ടി പഞ്ചായത്തിലെ കരിയന്നൂർ പ്രദേശമാണ്. എന്നിരുന്നാലും തൃശൂർ ജില്ലയ്ക്കകത്തും പുറത്തും ചെങ്ങാലിക്കോടൻ വലിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. 18 ദേശങ്ങൾ ഉൾപ്പെടുന്ന ചെങ്ങഴിനാട്ടിലെ കുലകൾക്ക് രുചിയും ഭംഗിയും കൂടുതലാണ്. മച്ചാട് മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാഴാനി വടക്കാഞ്ചേരി കേച്ചേരി പുഴയിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ് ചെങ്ങഴി പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണമെന്ന് പഴമക്കാർ പറയുന്നു. ജില്ലയ്ക്കകത്ത് എരുമപ്പെട്ടി, വേലൂർ, വരവൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി, ചേലക്കര പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ചെങ്ങാലിക്കോടൻ കൃഷി ചെയ്യുന്നത്. ഓണച്ചന്തകൾക്ക് പുറമെ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഉത്രാടം നാളിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതും ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളാണ്. 1000-1500 രൂപ വരെയാണ് നല്ല കുലകൾക്ക് സാധാരണ ലഭിക്കുന്നതെങ്കിൽ കാഴ്ചക്കുലകൾക്ക് മോഹവിലയാണ് ലഭിക്കാറുള്ളത്. ലക്ഷണമൊത്ത ഒരു കാഴ്ചക്കുലയ്ക്ക് 5000 രൂപയിലധികം വില ലഭിക്കുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. ഗുരുവായൂർ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെങ്ങാലിക്കോടനാണ്. ഇത് ഒറിജിനൽ ചെങ്ങാലിക്കോടൻ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 1000 വാഴയാണ് വെച്ചത്. അപ്പം അത് നമ്മൾ ഗുരുവായൂർക്കാണ് കൊടുക്കുന്നത് ഈ കായ ഫുള്ളായിട്ട്. പിന്നെ ഒരു 10 മാസത്തെ ഒരു അധ്വാനമാണ്. കായ നന്നായി കിട്ടി, ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല കൊലകൾ കിട്ടി, എല്ലാം കൊണ്ടും നന്നായി. നാട്ടുരാജ്യമായിരുന്ന ചെങ്ങഴിനാടിന്റെ പെരുമ വിളിച്ചോതി കാലത്തെ അതിജീവിച്ച നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴക്കുലകൾ കേരളത്തിൽ മാത്രമല്ല കടൽ കടന്നും വിപണി കൈയടക്കി കഴിഞ്ഞു. കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ 48-കാരിയെ വീടിന് പിറകിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മപ്പാട്ടുകര സ്വദേശിനി ലീനയാണ് മരിച്ചത്. കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ 48-കാരിയെയാണ് വീടിന് പുറത്ത് തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മപ്പാട്ടുകര കുറുപ്പത്ത് പരേതനായ ശങ്കരൻ വൈദ്യരുടെ മകൾ ലീനയാണ് മരിച്ചത്. പുലർച്ചെ വീട്ടുകാർ ലീനയെ മുറിയിൽ കാണാത്തതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് വീടിന് പിറകു വശത്ത് കത്തിക്കഴിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് കൊപ്പം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അവിവാഹിതയാണ് മരിച്ച ലീന. ചെറിയ മാനസികാസ്വസ്ഥമുള്ളതായി പോലീസ് പറഞ്ഞു. ആത്മഹത്യയാണെന്നാണ് നിഗമനം. ഇതോടെ നിങ്ങളുടെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.